നമസ്തേ ഹരിശരണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അദ ശ്രീമദ് ഭഗവദ്ഗീത പ്രഥമോധ്യായഃ അർജുന വിഷാദയോഗഃ. ശ്ലോകം 21. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുത യാവദേതാന്നീരീശേऽഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യമസ്മിൻ രണസമുദ്യമേ. അർത്ഥം 21 22 ശ്ലോകമാണിത്. അർത്ഥം: അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, ഹേ അച്യുത, രണ്ടു സൈന്യങ്ങളുടെ മധ്യത്തിൽ രഥത്തെ നിർത്തിയാലും ഞാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹമുള്ളവരായി ഉറച്ചു നിൽക്കുന്ന ഇവരെ കണ്ടുകൊള്ളട്ടെ. യുദ്ധത്തിന്റെ ആരംഭത്തിൽ ഞാൻ ആരോടൊക്കെ യുദ്ധം ചെയ്യണം എന്ന് നോക്കിക്കാണട്ടെ. രണ്ടു സേനയുടെയും മധ്യത്തിൽ രഥം നിർത്തണമെന്നാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് പറയുന്നത്. ശ്ലോകം 23. യോത്സ്യ മാനാനവേക്ഷേऽഹം യയേതേ അത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേര്യുദ്ധേ പ്രിയചികീർഷവഃ. അർത്ഥം: ദുഷ്ടബുദ്ധിയായ ദുര്യോധനന് ഇഷ്ടമാം വിധം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച യാതൊരുവൻ ഇവിടെ പടയിൽ വന്നെത്തിയിട്ടുണ്ടോ ആ യോത്സ്യമാനാൻ യുദ്ധോദ്യോഗികളെ ഞാൻ കാണട്ടെ. ശ്ലോകം 24-25. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനീതി. അർത്ഥം: സഞ്ജയ ഉവാച എന്ന് പറഞ്ഞാൽ സഞ്ജയൻ പറയുകയാണ്, ഭരതന്റെ വംശത്തിൽ ജനിച്ച രാജാവേ, അർജുനനാൽ പറയപ്പെട്ടവനായ ശ്രീകൃഷ്ണൻ രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിൽ ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവരായ എല്ലാ രാജാക്കന്മാരോടൊപ്പം ശ്രേഷ്ഠമായ രഥത്തെ നിർത്തിയിട്ട് പറഞ്ഞു, ഹേ അർജുന, വന്നുകൂടിയിട്ടുള്ള ഈ കുരുവംശക്കാരെ കാണുക എന്ന്. 24-ാമത്തെ ശ്ലോകത്തിൽ ഗുഡാകേശേന ഭാരത എന്ന് പറയുന്നുണ്ട്. ഗുഡാകേശ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാതെ തപസ് ചെയ്യുന്ന ആളാണ് അർജുനൻ. അർജുനനെയാണ് ഇവിടെ ഗുഡാകേശൻ എന്ന് പറയുന്നത്. അർജുനന് വേറൊരു പേരുണ്ട്, പാർത്ഥൻ. ഒരുപാട് പേരുകളുണ്ട്, നമുക്കിങ്ങനെ മഹാഭാരതം വായിച്ചാൽ മനസ്സിലാവും. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനന്റെ അമ്മ കുന്തിയുടെ ശരിക്കുള്ള പേര് പ്രതയാണ്. കുന്തി ഭോജ മഹാരാജാവ് എടുത്തു വളർത്തിയത് കൊണ്ടാണ് കുന്തി എന്ന പേര് വന്നത്. അപ്പോൾ ശരിക്കുള്ള പേര് പ്രതയാണ്. പ്രതയുടെ മകൻ പാർത്ഥൻ എന്നും അർജുനൻ അറിയപ്പെടുന്നു. അർജുനന്റെ രഥത്തിൽ ആഞ്ജനേയന്റെ, ഹനുമാന്റെ സാന്നിധ്യമുണ്ട്. ഗാണ്ഡവദാഹം കഴിഞ്ഞ് സംപ്രീതനായ അഗ്നി അർജുനനാണല്ലോ സഹായിച്ചത്. അർജുനന് കൊടുത്തതാണ് ഈ ഒരു രഥം. അതുകൊണ്ട് തന്നെ ഇതിനെ രഥോത്തമം എന്ന് വ്യവഹരിച്ചിരിക്കുന്നു. ശ്ലോകം 26. തത്രാ പശ്യസ്ഥിതാൻ പാർത്ഥഃ പിതൃനാഥ പിതാമഹാൻ ആചാര്യാൻ മാതുലൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശുശൂരാൻ സുഹൃദശ്ചൈവ സേനയോരുപയോരപി. അർത്ഥം: അവിടെ രണ്ടു
സേനകളിലും നിൽക്കുന്ന പിതാക്കളെയും പിന്നെ പിതാമഹന്മാരെയും ഗുരുക്കന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും അതുപോലെ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും അർജുനൻ കണ്ടു. യുദ്ധകളത്തിൽ അണിനിരന്നിരിക്കുന്ന എല്ലാവരെയും പാർത്ഥൻ കണ്ടു. ഗുരുക്കന്മാരെയും, അതായത് ഭീഷ്മർ, ദ്രോണർ, എല്ലാവരെയും പുത്രന്മാരെയും ഒക്കെ കണ്ടു. 27-ാമത്തെ ശ്ലോകം. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. അർത്ഥം, ആ എല്ലാ ബന്ധുക്കളെയും നോക്കിക്കണ്ടിട്ട് വർദ്ധിച്ചു വന്ന കൃപയാൽ ആവേശം കൊണ്ടവനായ കുന്തിപുത്രൻ അർജുനൻ ഇപ്രകാരം ദുഃഖിതനായിട്ട് പറഞ്ഞു. അർജുനന്റെ ഈ അവസ്ഥ നോക്കൂ. അവിടെ നിൽക്കുന്നവരെല്ലാം കൊല്ലാനും ചാകാനും തയ്യാറായി എത്തിയവരാണ്. എല്ലാവരും ബന്ധുക്കൾ ആണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ. അവരിൽ ഏറെ പേരും തന്റെ രാജ്യമോഹം നിമിത്തം വധിക്കപ്പെടും. അർജുനൻ അത് തീർച്ചയാണ്. അക്കാര്യം ചിന്തിക്കും തോറും അർജുനന്റെ മനസ്സിൽ കാരുണ്യം ഇരമ്പിക്കയറുകയാണ്. ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സംഭവിക്കാൻ പോകുന്ന കൂട്ടമരണത്തെക്കുറിച്ച് ചിന്തിച്ച് പാർത്ഥൻ ദുഃഖിതനായി. ശ്ലോകം 28ഉം 29ഉം. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുസ്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. അർത്ഥം, ഹേ കൃഷ്ണ, യുദ്ധമോഹികളായി വന്നു നിൽക്കുന്ന ഈ ബന്ധുജനങ്ങളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വായ് വരളുന്നു, എൻ്റെ ശരീരത്തിൽ വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു. അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ശ്ലോകം 30. ഗാണ്ഡീവം സ്രംസതേ ഹസ്താത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യ വസ്താതും ഭ്രമതീവ ച മേ മനഃ. വിറച്ചുകൊണ്ട് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. ഇവിടെയാണ് ശരിക്കും ഗീത തുടങ്ങാൻ പോകുന്നത്. ഗാണ്ഡീവം അഥവാ ഗാണ്ഡീവ ധനുസ് കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു. എനിക്ക് തൊലി പൊള്ളുകയും ചെയ്യുന്നു. നിൽക്കാൻ കൂടിയും എനിക്ക് കഴിയുന്നില്ല. എൻ്റെ മനസ്സ് ഭ്രൂമതീവ കറങ്ങുന്നത് പോലെ തോന്നുന്നു.